ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊലഹത്താണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ വീട്ടിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. വണ്ടി ഓടിച്ചിട്ട് കാര്യങ്ങളൊന്നല്ല. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ഇന്നൊരു വീഡിയോ കണ്ടു ഞാൻ. കാരണം ഒരു വർക്ക്ഷോപ്പില് കാറിന്റെ കാര്യമാണ്. അവർ മെക്കാനിക്സ് പറ്റിച്ചു. അതായത് 60,000 40,000 ബില്ലുള്ളത് 65,000 ബില്ലായി. സാധാരണ ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഒരു ലക്ഷം രൂപ ഒരു വണ്ടി വാങ്ങിക്കുന്ന ആൾക്കാർ എഞ്ചിൻ വർക്കും കഴിഞ്ഞ് 60,000 ബില്ല് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആരുടെ തെറ്റ് കാര്യങ്ങളൊന്നുമല്ല അപ്പൊ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ മെക്കാനിക്സ് ആണ് കാണുന്നതെങ്കിലും, കസ്റ്റമൈസ് ആണ് വണ്ടിയുള്ള ആളുകളാണ് കാണുന്നതെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മെക്കാനിക്സ് ചെയ്യേണ്ട നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം ആണ്. അതായത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാതിരിക്കാം. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണ് എന്റെ വർക്ക്ഷോപ്പിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഫോളോ ചെയ്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് പിന്നെ ഒഴിവാക്കി ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നമ്മൾ ഭാവിയിൽ ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിലെ മെക്കാനിക്സ് പറ്റിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വർക്ക്ഷോപ്പുകളൊക്കെ കുറെ ആൾക്കാർ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. മെക്കാനിക്സിനെ വളരെ കുറ്റം പറഞ്ഞ രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല, ആരും കുറ്റപ്പെടുത്തുന്നില്ല. കുറച്ച് ചെറിയ രീതിയിൽ ചെറിയ ചൂഷണം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടായിരിക്കാം. അവര് ചിലപ്പോൾ ബിസിനസ് ഭാഗമായിട്ട് വാടക വെക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബിസിനസിന് കൂലി എടുക്കാൻ നോക്കുന്നുണ്ടാവില്ല. കുറെ വർക്കേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ടാലി പോകാൻ വേണ്ടി ചില കാര്യങ്ങൾ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഇല്ല എന്ന് ഞാൻ പറയില്ല, ഉണ്ടാവാം. ഏതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നിയർ ബൈ ഇവന്റെ ഒരു കാർ കൊണ്ടുപോയിട്ട് തന്നെ കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ബാക്കിൽ ആക്സിൽ മാറ്റായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആക്സില് വല്ലാതെ അവൈലബിൾ അല്ല. അതിന്റെ ഞാൻ വീഡിയോ പറഞ്ഞ ടി-ജെറ്റ് എന്ന വണ്ടിയാണ്, ഫിയറ്റ് ടി-ജെറ്റ്. നമ്മൾ ബാക്കിലെ ആക്സിൽ അവൈലബിൾ അല്ല, അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആക്സിൽ ഓക്കെയാണ്, കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഓൾഡ് മാർക്കറ്റിന് സാധനം സ്ക്രാപ്പായ സാധനങ്ങൾ വരുന്നുണ്ടെന്ന് ഓട്ടോയിൽ രാവിലെ വരും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓട്ടോയിൽ വരുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ തൊട്ട് മുമ്പ്, എൻ്റെ വർഷം തൊട്ട് മുന്നേ തന്നെ കേട്ടോ, ഓട്ടോയിൽ രാവിലെ എന്നെ വിളിച്ചാൽ മതി, പിന്നെ ക്യാഷ് ഞാൻ തരാം. ആ നിലവിലുള്ള ആക്സിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞു. ബാക്ക് ഡിസ്പ്ലേക്കാണ് നമ്മളെ വണ്ടി വരുന്നത്. അപ്പൊ അതിനെ കുറച്ച് റയറായി കിട്ടാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് കൊടുക്കരുത്. 500 രൂപയാണ് എക്സ്ചേഞ്ച് റേറ്റ്. 500 രൂപ സാധനം കൊടുക്കണം അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊന്നും അറിയാതെ ഉച്ചക്ക് വൈകുന്നേരം സമയത്ത് വിളിച്ചു പോയി എന്നെ കുറച്ച് ഇന്ത്യകൾ വന്ന് പോയി ആ സാധനം എടുത്ത് അവർ പോയി 500 രൂപ എക്സിന് 7,500 രൂപ എന്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞാൽ 500 കൊടുക്കും ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് പരിപാടി. സത്യം പറഞ്ഞ ആക്സിൽ എനിക്ക് സെക്കൻഡ് ഹാൻഡ് ആ സാധനം മാറ്റിയ സാധനം കാണാൻ തന്നെയല്ല. അത് എവിടെ, അത് എനിക്ക് പറഞ്ഞത് അത് അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തില് മാറ്റിയുണ്ടോ ഇല്ല, എല്ലാം എന്തോ തട്ടിക്കൂട്ടിയാണോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ നമ്മള് ഒരു കസ്റ്റമറോട് ഒരു സാധനം വാങ്ങിച്ച് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ പഴയ കാലത്തെ വർക്ക്ഷോപ്പുകളൊന്നുമല്ല, പഴയ കാലങ്ങളൊന്നല്ല. ഇപ്പം നിലവിൽ നമ്മൾ വർക്ക്ഷോപ്പ് വർക്ക് എടുക്കുന്ന സമയത്ത് വല്ല കോംപ്ലിക്കേറ്റഡ് വർക്ക് ഉണ്ടെങ്കിൽ ഒരു വണ്ടി എഞ്ചിൻ അയച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് അയച്ച് ഇതിന്റെ മുകളിൽ വല്ലാതെ എക്സ്പെൻസ് ആവുന്ന ഒരു പാർട്ടാണ് ഇത് എങ്കിൽ നിർബന്ധമായിട്ട് കസ്റ്റമർ അറിയിക്കണം. നിർബന്ധമായിട്ടുള്ള യാതൊരു സംശയവും ഇല്ല. അത് കസ്റ്റമർ ഇത് ക്യാഷ് മുടക്കുന്ന കസ്റ്റമേഴ്സ് ആണ്, അത് മനസ്സിലാക്കണം. നമുക്ക് ഈ വർക്ക് എടുത്ത ഈ ക്യാഷ് തരണം. നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് വർക്ക് എടുത്ത്, എത്ര പാർട്സ് മാറ്റി വർക്ക് എടുത്തെന്നുള്ളതല്ല, ആ വർക്ക് എടുത്ത ആ വർക്കിന്റെ ക്യാഷ് തരേണ്ട കസ്റ്റമേഴ്സ് ആണ്. ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയും കൂടെ ചെയ്യും നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത്. അല്ലാതെ നമ്മൾ 10 രൂപന്റെ പറഞ്ഞത് 20,000 രൂപ ആക്കി ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏത് കസ്റ്റമർക്കും കലി കയറും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതിന്റെ ഓണേഴ്സ് ആണെങ്കിലും വർക്ക് എടുക്കുന്ന ആളുകളാണെങ്കിലും ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വർക്ക് നമ്മൾ വീഡിയോ മൊബൈൽ പറഞ്ഞാൽ എന്തിനാണ്, നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, വലിയ കോംപ്ലിക്കേഷൻ കേസാണ്. ഇന്നാണ് നിങ്ങളെ വീട് കസ്റ്റമർ ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യം കൂടെ അല്ല. അപ്പൊ നമ്മൾ ഷോപ്പിലെ ഒരു ദൂരമാണ് കസ്റ്റമർ വിളിച്ച് വരുത്തേണ്ടതെന്ന് കരുതി പഴയ കാലത്ത് ഇത്രയും ദൂരമുള്ള ആൾ വിളിച്ച് വരുത്തി ബുദ്ധിമുട്ടാക്കുന്ന കരുതിയിട്ടായിരിക്കും മിക്കവാറും ചില ആളുകൾ പഴയ കാലത്തൊക്കെ പറയാതിരുന്നത്. വിളിച്ച് പറയും, അല്ലെങ്കിൽ വരുന്ന സമയത്ത് പറയുന്നല്ല. ഇപ്പൊ അങ്ങനെയല്ല, വീഡിയോ കൊടുത്തൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ പോരെ, നിങ്ങളുടെ വണ്ടിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മാറ്റാൻ എത്ര പൈസയാവും. അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പ് ഇടുന്ന ആൾക്ക് എന്തായാലും പൈസ തരും. ഇൻഡസ്ട്രിയലിന്റെ ലെയ്ത്തുകാരെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയണ, ലെയ്ത്തുകാർ കൊല്ലുന്ന ലെയ്ത്തുകാരുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു കേസിന് പോയി കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പിൽ വളരെ എല്ലാത്തും പണി എടുത്തിട്ട് കൊന്ന് പൈസ വാങ്ങുന്ന ലെയ്ത്തുകാരുണ്ട്. ഞാൻ മെക്കാനിക്കാണ് ഉണ്ട് എന്നുള്ള വളരെ വ്യക്തമായിട്ട് ഞാൻ പറയും. അപ്പൊ ഇവര് ലക്ഷങ്ങളെ മുടക്കിയിട്ട് ചിലപ്പോൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് മുതലാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് അനാവശ്യമായി ചൂഷണം ചെയ്യുന്ന ലെയ്ത്തുകാരും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം മെക്കാനിക്സ് മനസ്സിലാക്കേണ്ട, കസ്റ്റമൈസ് ഗോഡ്സ്. കസ്റ്റമേഴ്സിന് നമ്മൾ പരിഗണിക്കണം. നമ്മളെ വണ്ടി, നമ്മളെ പരിപാടി, നമ്മളെ അരിയ കസ്റ്റമേഴ്സ് ആണ്. അവരെ സാറ്റിസ്ഫൈഡ് ആക്കണം. സത്യസന്ധമായിട്ട് വർക്ക് എടുക്കുക. സത്യസന്ധമായിട്ട് വർക്ക് എടുത്താൽ ജീവിക്കാൻ കഴിയും. കള്ളത്തരം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. വർക്ക്ഷോപ്പിൽ വരുന്ന വണ്ടികളെ ഡീറ്റെയിൽസ് എടുത്ത് അവരെ ഫോൺ നമ്പർ വാങ്ങിച്ച വണ്ടി അയക്കുന്ന സമയത്ത് ഇന്ന പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ ഇത്ര പൈസയാവും, ഇത്ര ഈ വർക്ക് നിങ്ങൾ എടുക്കണോ, അല്ലെങ്കിൽ 1,00,000 രൂപ. ചിലപ്പോൾ ചില ആളുകൾ ഇപ്പൊ കസ്റ്റമേഴ്സ് പറഞ്ഞതിന്റെ 1,00,000 രൂപ മാത്രമേ വണ്ടിക്ക് വില ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വണ്ടിക്ക് പുതിയ 5, 6, 7 ലക്ഷം രൂപ വില ഉണ്ടാവും. അപ്പൊ നമ്മൾ പുതിയ പാർട്സ് വാങ്ങിക്കാനനുസരിച്ച് ആ ഒരു പാർട്സിന് ഒരിക്കലും ഡിപ്രിസിയേഷൻ ഒന്നുമില്ല. അതായത് പാർട്സ് പുതിയ പാർട്സിന് വില കൊടുക്കണം.
അപ്പോൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ വർക്കാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ വണ്ടിക്ക് ഒരു 50,000 എടുത്ത് വണ്ടിക്ക് എടുക്കുന്ന പണിക്ക് അതിന്റെ ഓരോ പാർട്സ് മാറ്റുമ്പോൾ ആ 1.5-2 ലക്ഷം വണ്ടിന്റെ പാർട്സിന് ഓരോ പാർട്സിന് വില ഉണ്ടാവും ഡിവൈഡ് ചെയ്തിട്ട്. അത് മനസ്സിലാക്കുക. പ്രൈസ് പോലും നമ്മൾ 10,000 വണ്ടി ബൈക്ക് എടുത്തിട്ട് പിന്നെ അതിമേൽ 6,000 രൂപ പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ 10,000 ബൈക്ക് ആ കണ്ടീഷനിലായ ബൈക്കാണ് നമുക്ക് അത്രയും വില കുറഞ്ഞത് കിട്ടുന്നത്. അപ്പൊ അതിലെ ബാക്കിന്റെ പാടത്തിനൊക്കെ ഒറിജിനൽ ഫ്രഷും ആയിട്ട് വരുമ്പോൾ അത്രയും വില വ്യത്യാസം വണ്ടിക്ക് ഉണ്ടാവും. 10 വണ്ടി 30 50 കയറ്റേണ്ട അവസ്ഥയൊക്കെ വരും. അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ വണ്ടിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തല്ല സർവീസ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അതൊരിക്കലും പറയാൻ പറ്റില്ല. 1 ലക്ഷം വണ്ടിയല്ലേ, അത് 50,000 വണ്ടിയല്ലേ, അത് കസ്റ്റമർ ശ്രദ്ധിക്കണം. നമ്മൾ 50,000 വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഇത് വർക്ക് എടുക്കാൻ 25,000 അതൊന്നുമല്ല. ആ വണ്ടിക്ക് പുതിയ വണ്ടി എത്രക്ക് വില ഉണ്ടായിരുന്നു, അത്രക്കും തേയ്മാനങ്ങളും മറ്റും സംഭവിച്ചൊരു വണ്ടിയാണ് നമുക്ക് വർക്ക് എടുക്കാൻ കിട്ടുന്നത്. ആ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിന്റെ പകുതി ചിലപ്പോൾ മുടക്കേണ്ടി, ചിലപ്പോൾ അത്രത്തോളം മുടക്കേണ്ടി വരും ചില വണ്ടികളിൽ. അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ അപ്പോഴാണ് വണ്ടി പുതിയതായിട്ട് ആ ഒരു വർക്കിംഗ് കണ്ടീഷന് കിട്ടുന്നത്. അപ്പൊ ഒരിക്കലും ഇന്റെ വണ്ടിക്ക് ഇത്ര വിലയുള്ളൂ, ഇത്ര പൈസ മുടങ്ങിയെന്നുള്ളതല്ല. നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 50 ലക്ഷം രൂപ BMW അല്ല 1 കോടി രൂപ BMW അല്ലെ ബെൻസ് കാര്യങ്ങൾ 10, 15, 20 ലക്ഷം രൂപ കിട്ടുന്നത് ആ വണ്ടിക്ക് അനുസരിച്ചല്ല. ആ വണ്ടിക്ക് അതിനേക്കാളും 10, 20 ലക്ഷം രൂപ വേറെ കൈ കരുതേണ്ടില്ല വണ്ടി മാനേജ് കൊണ്ടുനടക്കണമെങ്കിൽ. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും വില കുറഞ്ഞ വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിക്ക് ഇത്ര വില ഉണ്ടായിരുന്നു, നമുക്ക് ആ വർക്ക് വരുമ്പോൾ ഇത്ര തന്നെ പൈസ എക്സ്പെൻസ് ആവുന്നത് ധാരണയോടെ നിങ്ങളെടുത്ത് വേണം. ഏത് വണ്ടിയാണെന്നെങ്കിലും അത് കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറയും, ഏതൊരു വണ്ടി വരികയാണ്, ഏതൊരു കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ ബോധ്യപ്പെടുത്തി വർക്ക് എടുക്കുക. പിന്നെ ഏതൊരു പാർട്സ് മാറ്റിയാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു പാർട്സ് ഇന്ന പാർട്സ് ആണ് മാറ്റുന്നത്, ഇന്ന പാർട്സ് നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ആ ക്യാഷ് വാങ്ങുന്ന സമയത്ത് ആ പാർട്സ് അവിടെ വെച്ച് കാണിച്ചു കൊടുക്കണം. ഇന്ന പാർട്സ് നിങ്ങളെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വിശ്വാസമാണ്. അത് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. വർഷോപ്പ് വിശ്വാസം. ഇനി ഞാൻ പറ്റിക്കപ്പെട്ടില്ല, ഞാൻ കൊടുക്കുന്ന പൈസക്ക് വാല്യൂ ഫോർ വർക്ക് അല്ലെ വാല്യൂ ഫോർ സ്പെയർ അല്ലെ, ഞാൻ ഇതിൽ മുടക്കിയതിന് എനിക്കിത് കിട്ടിയിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടെ പൈസ നമ്മൾ വാങ്ങിക്കണം. അതുകൂടെ പൈസ ആ വണ്ടി അവർ ഉപയോഗിക്കുകയും വേണം. അതല്ലാതെയുള്ള കാര്യങ്ങളും എത്ര പൈസ ബില്ലായിട്ടുണ്ട്, 60,000 ആയിട്ടുണ്ട്, 70,000 എന്നത് ബില്ല് ആർക്കും അടിക്കാലോ. ഇന്ന പാർട്സിന് ബില്ലൊക്കെ നമ്മൾ അടിക്കുന്നതല്ലേ ബില്ല് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ന സാധനം ആ ബില്ല് ഏതൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു മെക്കാനിക്സിന്റെ ആവശ്യമാണ്. ആ മെക്കാനിക്സ് ആയാലും വർക്ക്ഷോപ്പ് നടത്തുന്ന ആളെ ഒരു ആവശ്യമാണ്. അത് ഭാവിയിൽ ഇങ്ങനത്തെ ഒരു വിഷയം വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. വലിയ വർക്ക് ഉണ്ടെങ്കിൽ ഞാനപ്പം കസ്റ്റമറെ വിളിച്ച് പറയും, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കാണും. ഇന്ന് നിങ്ങളെ വണ്ടി ഇന്ന വർക്കൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കും. നമ്മളെടുത്ത് കൂടുതലായിട്ട് അങ്ങനെ അത് ചോദിക്കാൻ വരാറില്ല. കാരണം ഞാൻ ഉള്ള വരെ സത്യസന്ധമായിട്ട് വർക്ക് എടുക്കുന്ന ഒരാളാണ്. ഒരാളും പറ്റിച്ച് ഒരു രൂപ പോലും വാങ്ങിക്കാറില്ല. ഒരു ഞെട്ട് വാങ്ങിക്കുന്ന പൈസ വാങ്ങിക്കുകയും ചെയ്യും. ആ ഞെട്ട് മാറ്റാൻ ഞെട്ടിന്റെ പൈസ വരെ വാങ്ങിക്കില്ല. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം. അപ്പം ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മെക്കാനിക്സ് ആണെങ്കിലും വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിലും കസ്റ്റമൈസ് ആണെങ്കിലും. അപ്പം വീഡിയോ ഉണ്ട്, മൊബൈൽ എടുക്കുക, ഇന്ന ഭാഗങ്ങൾ മാറ്റണം എന്ന് പറയാം, ഇന്ന ഭാഗം മാറ്റാറായിട്ടെന്ന് പറയാം. ഡീറ്റെയിൽസ് കസ്റ്റമറോട് ചോദിക്കുക. അതിന് അവരോടൊന്ന് സമ്മതം വാങ്ങിക്കുക. ഇന്ന് ഓക്കെയാണ്, വണ്ടിക്ക് വർക്ക് എടുത്തോന്ന് സമ്മതം വാങ്ങിക്കുക. എന്നാൽ ആർക്കും ഒരു വിഷയം ഉണ്ടാവില്ല. അവരും സാറ്റിസ്ഫൈഡ് ആവും, വർക്ക് എടുക്കുന്ന നമ്മളും സാറ്റിസ്ഫൈഡ് ആവും. ഈ ഒരു കാര്യം നിങ്ങളെ ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് വീഡിയോ എടുക്കുന്നത്. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.